ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അമ്മിക്കുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളും ബർത്ത്ഡേ ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് വന്നത്. മാർച്ച് 27 പിറന്നാൾ, മാർച്ച് 29 ബർത്ത്ഡേ. അപ്പോൾ 2 ദിവസത്തെയും കൂടെ വീഡിയോസ് ക്ലബ് ചെയ്ത് ഞാൻ ഒരൊറ്റ വ്ളോഗായിട്ട് ഇടുവാണ്. അപ്പോൾ പിറന്നാൾ കാര്യം കൊണ്ട് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. ഒരു കുഞ്ഞി പെണ്ണിൻ്റെ മുഖം കണ്ടിട്ട് ഞാനും കണ്ണേട്ടനും ഹോസ്പിറ്റലിൽ ഇങ്ങനെ സന്തോഷം കൊണ്ടൊക്കെ പൊട്ടിക്കരഞ്ഞിട്ട് ഇന്ന് 3 വർഷമായിരിക്കുന്നു. അമ്മയുടെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് തോന്നുന്ന കാര്യമാണ് സമയം കുറച്ചും കൂടെ പതുക്കെ പോയാൽ മതിയെന്ന്. അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മാഞ്ഞി ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബീച്ചിൽ പോകുമ്പോൾ കളിക്കാൻ ബീച്ച് ടോയ്സ് വേണമെന്ന് പറഞ്ഞതായിരുന്നു നേരത്തെ. അപ്പോൾ അമ്മ അത് ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്തില്ല, അതിന് മുന്നേ കൊടുത്തു. ഈ ഒരു ടെൻറ്റും ഞാൻ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി എൻ്റെ പ്ലാൻ ബർത്ത്ഡേക്ക് രാവിലെ ഈ ടെൻറ്റിനുള്ളിൽ ഗിഫ്റ്റൊക്കെ വെച്ച് കൊടുക്കണമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ ഇത് ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഡെലിവറി ചെയ്തപ്പോൾ അത് കൊണ്ടുവന്ന ആളുടെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് കൊണ്ടു തന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാക്കേജിങ് ഒന്നും ഇല്ലായിരുന്നു, അതിൻ്റെ തന്നെ പാക്കറ്റായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി. എന്ന് വിചാരിച്ചു കൊച്ചിനെ എന്തിനാ കരയിപ്പിക്കണേന്ന് വിചാരിച്ചു. അന്നേരം തന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിറന്നാളൊക്കെ അല്ലേ, ഇലയിട്ട ഒരു സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ചെറിയൊരു സദ്യയൊക്കെ അന്ന് തട്ടിക്കൂട്ടി. എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ല, പക്ഷെ അവൾ കഴിക്കുന്ന ഉറപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ സദ്യ ഉണ്ടാക്കി. അപ്പോൾ സദ്യക്ക് താഴെ ആരാണ് അമ്മയുടെ കൂടെ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം തന്നെ പറഞ്ഞ് അപ്പയും അമ്മയും ഇരിക്കുമെന്ന്. അത് പിന്നെ അങ്ങനെ ആണല്ലോ, പെൺമക്കൾക്ക് കുറച്ചും കൂടെ സ്നേഹം അവരുടെ അപ്പന്മാരോടായിരിക്കുമല്ലോ. അപ്പോൾ അതിലെനിക്ക് പരാതിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. വീണ്ടും ചോറും പപ്പടം പരിപ്പ്, അങ്ങനെയല്ല ഇതെങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഉറക്കവും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് അമ്മാമ്മയെടുത്ത്, അതായത് എൻ്റെ അമ്മയടുത്തോട്ട് പോവുകയാണ്. അമ്മ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പായസം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോൾ കണ്ണനില്ല. അപ്പോൾ കണ്ണമാമനില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മായമ്മയടുത്തോട്ടാണ് പായസമായിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര എൻ്റർടൈനിങ്ങാണ്. ആസ്ട്രോനെ നിങ്ങൾക്കൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോസിലൂടെ പരിചയം ഉണ്ടാവും. പിന്നെ പുതിയൊരാൾ വന്നേക്കുന്നതാണ് സോയിനെ ആക്ച്വലി വിഷ്ണു വാഗമണിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അവിടെ ഇങ്ങനെ കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ സോയി മാത്രമാണ് കുറച്ച് പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടത്. ഒരു ബാക്കി ഉണ്ടായിരുന്നതൊക്കെ എന്തൊക്കെ പറ്റി ചത്തുപോയി. റിസോർട്ടിൽ കയറി വന്നപ്പം വിഷ്ണു ടേക്ക് കെയർ ചെയ്തിട്ട് വാക്സിനേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എറണാകുളത്തോട്ട് വരും. അത് കഴിഞ്ഞ് നാട്ടിലെ വെക്കേഷൻ കഴിയുമ്പോൾ പുള്ളിക്കാരെത്തി നേരെ വാഗമൺ പോകും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. ആക്ച്വലി ആസ്ട്രോ നല്ല കുറുമ്പനാ, പക്ഷെ സോയി വന്നതിന് ശേഷമാണ് ആസ്ട്രോ എത്ര പാവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സോയി ഒരു പപ്പി സ്റ്റേജ് ആണല്ലോ, അപ്പോൾ ഒരു കുഞ്ഞിനുള്ള എല്ലാ കുറുമ്പത്തിലും സോയിക്കുണ്ട്. ആസ്ട്രോനെ ഇങ്ങനെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിയുടെ വിനോദം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ടൈം പോകുന്നത് നമ്മൾ അറിയേയില്ല. ഇത് ബർത്ത്ഡേയുടെ അന്ന് രാവിലെയാണ് കേട്ടോ. ഈ ഗിഫ്റ്റ് അമ്മയ്ക്ക് സർപ്രൈസ് ആയിരുന്നെങ്കിലും ഇതൊരു പാർഷ്യൽ സർപ്രൈസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബോക്സ് കൊടുത്തിട്ട് അമ്മ ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു വാവ് ഫാക്ടറാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ പുറത്ത് അതിൻ്റെ പിക്ചർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ കൊച്ചിന് മനസ്സിലായി സംഭവം എന്താണെന്നുള്ളത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിക്ക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു കണ്ണേട്ടൻ്റെ പ്ലാൻ. പക്ഷേ അന്ന് അവൾക്ക് അത്ര ബാലൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സൈക്കിളാണ് വാങ്ങിയത്. അപ്പം പിന്നെ നമ്മൾ ഡെക്കാത്ലോണിലൊക്കെ ഇടയ്ക്ക് പോകുമ്പം ഈ കിക്ക് സ്കൂട്ടർ എടുത്ത് ട്രയൽ എടുക്കാറുണ്ട്. അപ്പം ഇപ്പം കുഴപ്പമില്ല, അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോയി. അടുത്ത് ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അതേപോലെ അമ്മയടുത്തും ഒക്കെ ഒന്ന് പോയി. പുത്തൻ വണ്ടി ആയതുകൊണ്ട് മേഡം സ്വന്തം വണ്ടിയിലായിരുന്നു യാത്രയൊക്കെ. ഈ വർഷം മുതൽ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇന്നാണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ അച്ഛനെ അവസാനമായിട്ട് ജീവനോടെ കാണുന്നത്. കാരണം കഴിഞ്ഞ അമ്മയുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം, അതായത് മാർച്ച് 30 ആണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ അച്ഛൻ മരിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ ഇല്ല, കൊല്ലത്തായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് 29-നാണ് ഞാൻ അച്ഛനെ ലാസ്റ്റ് കാണുന്നത്. അതുകൊണ്ട് അമ്മയുടെ എല്ലാ ബർത്ത്ഡേയ്സും ഞാൻ എല്ലാ ദിവസവും അച്ഛനെ മിസ് ചെയ്യും. പക്ഷേ അമ്മയുടെ ബർത്ത്ഡേയ്സിൽ ഞാൻ ഒരുപാട് അച്ഛനെ മിസ് ചെയ്യും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്കും മിഠായും ഒക്കെ കൊടുത്തിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങിയതാണ്. അതാണ് എൻ്റെ അവസാനമായിട്ട് അച്ഛനായിട്ടുള്ള കൂടിക്കാഴ്ച. എനിക്കിന്ന് വ്രതമാണ്. നാളെ എനിക്ക് ബലിയിടാനൊക്കെ പോകണം. ഞാനും കണ്ണനും കൂടെ കുറച്ച് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. കാരണം അമ്മി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് യൂണിക്കോണിൻ്റെ കേക്ക് വേണം എന്നുള്ളത്. സോ നമ്മൾ അങ്ങനെ ഒരു കേക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബിംസ് കേക്ക് അവിടെ പുള്ളിക്കാരത്തിയാണ് അമ്മയുടെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്കും ചെയ്തത്. അമ്മി അപ്പയുടെ കൂടെ ഡേറ്റിനൊക്കെ പോയി ചില്ല് ചെയ്തിട്ടൊക്കെ വന്നേത് വൈകുന്നേരം അല്ലേ അമ്മി? ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. കാരണം കുറച്ച് ബലൂണൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ ആണ്ടുള്ളത് കാരണം നമ്മൾ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ ഒന്നും ഇക്കൊല്ലമില്ല. വിഷ് ചെയ്തതിന് താങ്ക് യു പറ. അങ്ങനെയല്ല, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു എന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇപ്പം മണി 10:30 എനിക്കിനി അമ്മയുടെ അടുത്ത് പോകണം. അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. നാളെ അച്ഛൻ്റെ ആണ്ടാണ്. സോ അതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. അതുവരെയും ബൈ.